കാലവർഷം എത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിലും മാലിന്യ നീക്കത്തിലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ അലംഭാവം. റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ ഒറ്റമഴയിൽ റോഡിലേക്ക് ഒലിച്ചിറങ്ങുന്നത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്നു. നഗരസഭയിലെ ഇടത് ഭരണസമിതിയുടെ കാലത്ത് സ്ഥാപിച്ച ട്രാഷ് ബൂമുകൾ പാലിക്കാതായതോടെ ആമയിഴഞ്ചാൻ തോട്ടിലും മാലിന്യം കുന്നുകൂടുകയാണ്. കാലവർഷമെത്താൻ ഇനി ഒരാഴ്ച തികച്ചില്ല. പക്ഷേ തിരുവനന്തപുരം നഗരത്തിന്റെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആകെ അവതാളത്തിലാണ്. ഒരു മാസം മുൻപ് മേയറുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഉദ്ഘാടനം നടത്തിയെങ്കിലും ഒരു ഇഞ്ച് പോലും മുന്നോട്ടു പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങേയറ്റം ഗൗരവത്തോടെയും ദീർഘവീക്ഷണത്തോടെയും നടത്തേണ്ടതാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ. മാസങ്ങൾക്ക് മുമ്പേ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കണം. ഇതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മോശം അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും നഗരം മാലിന്യ കൂമ്പാരമാവുകയും ചെയ്യുകയാണ്. റോഡുകളിൽ മാത്രമല്ല, തോടുകളിലും മാലിന്യം കുമിഞ്ഞുകൂടുകയാണ്. നഗരസഭയിലെ ഇടത് ഭരണസമിതിയുടെ കാലത്ത് സ്ഥാപിച്ച ട്രാഷ് ബൂമുകൾ കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കുന്നില്ല. ഇതോടെ ആമയിഴഞ്ചാൻ തോടും പാർവതി പുത്തനാറും ഒഴുക്ക് തടസ്സപ്പെട്ടു. മാലിന്യം വൃത്തിയാക്കാനിറങ്ങിയ ശുചീകരണ തൊഴിലാളി ജോയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ട ആമയിഴഞ്ചാൻ തോടാണിത്. അന്ന് വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ തോട് പൂർണ്ണമായും വൃത്തിയാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ഇന്ന് മാലിന്യം നിറഞ്ഞുകൂടിയ പഴയ സ്ഥിതിയിലേക്ക് തന്നെ ആമയിഴഞ്ചാൻ തോട് പോവുകയാണ്. കഴിഞ്ഞ ഇടത് ഭരണസമിതി നിരന്തര ഇടപെടലിന്റെ ഭാഗമായി നഗരത്തിലെ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കി. ശുചീകരണ പ്രവർത്തനങ്ങൾ പാളിയാൽ വലിയ വിപത്താണ് നഗരത്തെ കാത്തിരിക്കുന്നതെന്ന് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ PK രാജു വ്യക്തമാക്കി. ആദ്യ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ, ഗവിരീശപട്ടം, തേക്കുംമൂട്, അതുപോലെ കലാകോമതി റോഡ്, കണ്ണമ്മുല, പിന്നെ നമ്മുടെ മരപ്പാലം റോഡ് വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. എന്നേക്കുമായി അത് അവസാനിപ്പിച്ചു. ജില്ലാതല യോഗം അത് നമ്മൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആരംഭിക്കും. വളരെ കരുതലോടുകൂടിയാണ് നമ്മൾ നാടിൻ്റെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ആരംഭം അവിടെയാണ്. അവിടെ പാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നഗരം വലിയ വിപത്തിലേക്ക് ചെന്ന് കിടക്കും. ഒരു സംശയവും അതിനകത്തില്ല. നഗരത്തിലെ ദൈനംദിന മാലിന്യ നീക്കവും അവതാളത്തിലാണ്. 250 ടൺ മാലിന്യമാണ് നഗരസഭാ പരിധിയിൽ ഓരോ ദിവസവും ഉണ്ടാകുന്നത്. ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നുണ്ടെങ്കിലും ഇവ റോഡരികിൽ ഉൾപ്പെടെ കൂട്ടിയിട്ട നിലയിലാണ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിനൊപ്പം തന്നെ നഗരത്തിലെ മാലിന്യ നീക്കവും താളം തെറ്റിയിരിക്കുകയാണ്. റോഡരികിലെല്ലാം കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ മഴ പെയ്ത് റോഡിലേക്ക് ഒലിച്ചിറങ്ങുന്നു. മാലിന്യ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് വലിയ പകർച്ചവ്യാധി ഭീഷണി കൂടിയാണ് വരാനിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ അജിത് കുമാറിനൊപ്പം കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.